അർജുൻ്റെ വീട്ടിൽ നിന്നും ആനന്ദ് പുതൂർ തുടരുകയാണ്. ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കാത്തിരിപ്പിലാണ്. കണ്ണാടിക്കൽ എന്ന ഗ്രാമം കണ്ണീരോടെയാണ് കാത്തിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട അർജുനായി. അർജുനെ കണ്ടെത്തിക്കഴിഞ്ഞു, അർജുൻ്റെ ലോറി കണ്ടെത്തിക്കഴിഞ്ഞു എന്നത് വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലും അല്പം ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം നീണ്ട കാത്തിരിപ്പ്, 71ാമത്തെ ദിവസമാണ് ഗംഗാവലിപ്പുഴയിൽ നിന്നും അർജുൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ശാസ്ത്രീയമായ സ്ഥിരീകരണം മാത്രമാണ് മുന്നിലുള്ളത്. ഇപ്പോഴും ആ ഒരു വിശ്വസിക്കാൻ കഴിയാത്ത അവിശ്വസനീയമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ആ നാടും വീടും ഒന്നാകെ കടന്നു പോകുന്നത്, അല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 71ാം ദിവസമാണ് ഇന്ന് അർജുനെ കാണാതായിട്ട്. ഈ വീട്ടിൽ നിന്നാണ് അർജുൻ അവസാനമായി ഇത്തരത്തിൽ കർണാടകയിലേക്ക് യാത്രയാവുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല. അത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടാവുമെന്ന് തിരിച്ചറിയുന്നു. കുടുംബം കൃത്യമായി കർണാടകയെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു. ആദ്യത്തെ 2 ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു, മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. അതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ദ്രുതഗതിയിലുള്ള പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായി തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഈ ഒരു സമ്മർദ്ദം കേരളം കൃത്യമായി കർണാടകയ്ക്ക് നൽകുന്നു. ആ ഒരു സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു ദ്രുതഗതിയിലേക്ക് ഈ അർജുനെ കാണാതായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ 71ാം ദിവസത്തിലേക്ക് ഇതിനൊരു പരിസമാപ്തി ഇന്നത്തോടുകൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം. അതിന് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായ്പ്പോഴും ഈ ഒരു ദൗത്യത്തിന് പ്രഥമ ദൃഷ്ടിയാൽ വില്ലനാകുന്നത് കാലാവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പുഴയിലെ ഒഴുക്ക്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലാവസ്ഥ. ഈ ഗംഗാവലിപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒഴുക്ക് എന്ന് പറയുന്നത് 6 നോട്ടിക്കൽ മൈലിലാണ്. പ്രത്യേകിച്ച് വർഷങ്ങളിൽ കൂടുതൽ മാസങ്ങളിലും അത്തരത്തിൽ ശക്തമായി മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ്. അവസാന ഘട്ടത്തിൽ നേവി ഡൈവർമാർക്ക് പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് തെരച്ചിൽ നടത്താനുള്ള എല്ലാ സാധ്യതകളും മങ്ങിക്കൊണ്ടുള്ള ഒരു സാഹചര്യത്തിലാണ് തെരച്ചിൽ അവസാനിപ്പിക്കുന്നത്. മനുഷ്യസാധ്യമായ തലത്തിലേക്ക് ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള തെരച്ചിൽ എന്ന് പറയുന്നത് ഏതാണ്ട് 3 നോട്ടിക്കൽ മഴയാണ്. അത് തന്നെ പരമാവധിയാണ്. പക്ഷേ 6 നോട്ടിക്കൽ വേഗത്തിലേക്ക് പുഴയൊടുക്കുന്ന സമയത്ത് മുങ്ങിക്കൊണ്ടുള്ള തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു വഴികളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നത് കൊണ്ട് തന്നെ ദൃശ്യപരത വളരെ കുറവായിരുന്നു. അതും ഈ ഒരു തരത്തിലുള്ള തെരച്ചിലിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ഈ കാലാവസ്ഥ എപ്പോഴാണോ ശരിയാവുന്നത് ആ സമയത്തേക്ക് തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാം എന്നുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. വീണ്ടും 2ാം ഘട്ട തെരച്ചിൽ ആരംഭിക്കുന്നു. പക്ഷേ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ കാലാവസ്ഥ വലുതാവുന്നു. അതിനെല്ലാം ശേഷമാണ് ഏതാണ്ട് 4 ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു 3ാം ഘട്ടത്തിലേക്ക് തെരച്ചിലെത്തുന്നത്. ആ 3ാം ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായിരുന്നു. പുഴയിലെ ഒഴുക്ക് ഏതാണ്ട് 1 നോട്ടിക്കൽ മൈലിന് താഴെയായിരുന്നു. പ്രധാനമായും 4 കോൺടാക്ട് പോയിന്റുകളിലാണ് ഇത്തരത്തിൽ അർജുൻ്റെ ലോറി ഉണ്ടാകാമെന്നുള്ള ഒരു മാർക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ 3 പോയിന്റുകൾ CP4, CP1, CP2 തുടങ്ങിയിട്ടുള്ള 3 കോൺടാക്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അർജുൻ്റെ ലോറി ലൊക്കേറ്റ് ചെയ്താലും ഡ്രഡ്ജർ എന്ന് പറയുന്നത് തന്നെയായിരുന്നു വെല്ലുവിളി എന്നുള്ളത്. ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്ന് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തണം, പുഴ വഴിയെ അത് എത്താൻ പറ്റും. അപ്പോൾ അവിടെയുള്ള പാലങ്ങളുണ്ട്, അത് എത്രത്തോളം അത് സാധ്യമാകും എന്നുള്ള ചോദ്യം വില്ലനായി നിന്നു. 2 സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഏതാണ്ട് 1 കോടി രൂപയോളം ചിലവ് ഈ ഡ്രഡ്ജർ അവിടേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ ആ ചെലവ് കർണാടക സർക്കാർ ഏറ്റെടുക്കുന്നു. ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഉത്തരവാദിത്വവും കർണാടക സർക്കാർ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് അടുത്ത ഘട്ടം, അതായത് അവസാന ഘട്ടത്തിലേക്ക് ഈ തെരച്ചിലെത്തുന്നത്. ഈ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ തന്നെ കർണാടക സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരുന്നത് ഇനി അടുത്തൊരു വഴിയില്ല എന്ന് തന്നെയാണ്. അതായത് ഇതാണ് അവസാനത്തെ തെരച്ചിൽ. കാരണം ഇതിനപ്പുറത്തേക്ക് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു തുടങ്ങിയിരുന്നത്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. നിരവധി വാഹനങ്ങളുടെ ലോഹഭാഗങ്ങൾ അവിടുന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി, നമ്മൾ കണ്ടതാണ്. അത് പക്ഷേ അർജുൻ്റെ ട്രക്കിൻ്റെതായിരുന്നില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലേക്ക് തൊട്ട് മിനിഞ്ഞാന്നായിരുന്നു അത്തരത്തിൽ അർജുൻ്റെ ലോറിയുടെ നിന്ന് നമുക്ക് ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്ന അർജുൻ്റെ വാഹനത്തിന് പുറകിലെ ഒരു ലോഹഭാഗം കണ്ടെത്തുന്നത്. പിന്നീട് 3 ദിവസത്തേക്ക് റെഡ് അലർട്ട് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നോ ഈ ഒരു ദൗത്യത്തിൽ തുടക്കം മുതലേ പ്രതികൂലമായി നിന്നിരുന്നത് കാലാവസ്ഥ അത് വീണ്ടും പ്രതികൂലമായി വരുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഗംഗാവലിപ്പുഴ അടങ്ങുന്ന ഷിരൂരിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും മാറുന്നു. കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്കിലും തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കില്ലെന്ന് MLA സതീഷ് സെയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ റെഡ് അലർട്ടുള്ള ഒരു സാഹചര്യത്തിലായതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ കാലാവസ്ഥ അനുകൂലമാകുകയാണെങ്കിൽ തെരച്ചിൽ തുടങ്ങുന്ന ഒരു ഉറപ്പ് എന്തായാലും സതീഷ് സെയിൽ തന്നിരുന്നു. അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിച്ചത്. എന്തായാലും 3 ദിവസത്തേക്കാണ് ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് കമ്പനിയുമായി കരാറുണ്ടായിരുന്നെങ്കിൽ കൂടി അത് ആവശ്യമെങ്കിൽ 10 ദിവസം വരെ നീട്ടാമെന്നുള്ള ഒരു കരാറും കർണാടക സർക്കാർ എത്തുന്നു. ഇതെല്ലാം പൊതുവെ ഒരു ആശ്വാസകരമായും വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് എത്തിയത്. എന്തായാലും
തിരച്ചിലിനൊടുവിൽ ഇതിനിടയ്ക്ക് നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന ഒരു അസ്ഥി അവിടെ നിന്ന് ലഭിച്ചിരുന്നു. ആ അസ്ഥി ഇത്തരത്തിൽ മനുഷ്യൻ്റെ ആണെന്നുള്ള ചില വ്യാജ വാർത്തകളും കാര്യമായി തന്നെ സമൂഹ മാധ്യമങ്ങൾ അടക്കം പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് മനുഷ്യൻ്റേതല്ല, ഒരു മൃഗത്തിൻ്റെതാണ്, പശുവിൻ്റേതാണെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അതിനുശേഷം ഫോറൻസിക് വിദഗ്ധരടക്കം എത്തിച്ചേർന്നത്. എന്തായാലും ഇന്നത്തോടുകൂടി തന്നെ ഏതാണ്ട് ഉച്ചയോട് കൂടി തന്നെ അർജുൻ്റെ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ CP1 CP2 എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട 2 കോൺടാക്ട് പോയിന്റുകൾക്ക് ഇടയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ സേനാംഗങ്ങളെല്ലാം അത്തരത്തിൽ സോണാർ പരിശോധന അടക്കം നടത്തിക്കൊണ്ടായിരുന്നു. ഇനി എവിടെ പരിശോധന നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ 2 പോയിന്റുകൾക്കിടയിലായിരിക്കാം ഈ ട്രക്ക് ഉണ്ടാവാൻ സാധ്യത എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അവിടെ തന്നെയാണ് ഇന്ന് ഡ്രഡ്ജിംഗ് കമ്പനി എത്തിയിരുന്നത്. എന്തായാലും അതിനിടയ്ക്ക് ഈശ്വർ മാൽപ്പെ ഈ അഭിപ്രായ ഭിന്നതകൾ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഈശ്വർ മാൽപ്പയുടെ എല്ലാ പ്രയത്നങ്ങളെയും തീർച്ചയായിട്ടും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. കാരണം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഒരു സമയത്ത് ഈശ്വർ മാൽപ്പെ പുഴയിലേക്ക് ഇറങ്ങി ചാടുന്നത് നമ്മൾ കണ്ടതാണ്. വടം വട്ടി ഒലിച്ചു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ മനുഷ്യൻ മറ്റൊരാളുടെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ്റെ പ്രയത്നത്തെയും തീർച്ചയായിട്ടും നമ്മളിവിടെ ഓർത്തെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ മനുഷ്യരുടെയും, അതായത് അർജുന് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ തൊട്ട് അവിടെ പ്രയത്നിച്ച എല്ലാ മനുഷ്യരെയും ഓർത്തെടുക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ്. എന്തായാലും ഈ ലോറിയുടെ ട്രക്ക് ഔദ്യോഗികമായിട്ട് കിട്ടിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് അതിനകത്ത് കിട്ടിയിട്ടുള്ള മൃതദേഹാവശിഷ്ടം ആരുടേതാണെന്നാണ്. തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും നമുക്കതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും ഈ DNA സാമ്പിളുകളെല്ലാം മുൻപേ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടിക്രമങ്ങളിൽ ഒരു കാലതാമസം ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക വേണ്ട. എന്തായാലും കുടുംബം ഇപ്പോഴും ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ അത് ഉൾക്കൊണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവരിപ്പോഴും വരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെയാണ്. എന്തായാലും എല്ലാവരും ഇവിടെയുണ്ട്. അർജുൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഓരോരുത്തരായി ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് KP നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ളത്.